നമുക്കൊരു വെരി 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 സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. എനിക്കൊരു ഗസ്റ്റ് എന്ന് പറയുന്നില്ല, നമ്മുടെ അമൃത ടിവിയുടെ ഒരു ഫാമിലി മെമ്പർ ആണ്. യെസ്, ശരത് സാറിന് മുന്നേ അറിയുന്ന ഒരാളാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ദ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ഷോയിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു രാഹുൽ രാജ്. യെസ്, അപ്പൊ രാഹുലിനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹായ് രാഹുൽ. ഹായ്, മഞ്ജരി ചേച്ചിയാണ്. നമസ്കാരം രാഹുലേ. സാർ ചക്രേ, നിനക്ക് സുഖാണ്? സുഖം സുഖം. ഹായ് രാഹുൽ. രാഹുലെ അസാധ്യ വേഷം കേട്ടോ നിന്റെ. കിടുക്കാച്ചി. എന്തുണ്ട് കാര്യമൊക്കെ പറഞ്ഞാ കേക്കട്ടെ, എന്തൊക്കെയുണ്ട്? സാർ, ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹെൽത്ത് ഇഷ്യൂയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം എൻ്റെ കിഡ്നി ഫെയിലിയർ ആണ്. പെട്ടെന്ന് 2 വർഷം മുമ്പ് പെട്ടെന്ന്, അതായത് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് മ്യൂസിക് ടീച്ചറായിട്ട്. ഇവിടെ ഞാൻ പാടുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന കാലമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മ്യൂസിക് കോളേജിൽ ചേർന്ന് പഠിച്ചു. മ്യൂസിക് ടീച്ചറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഒരു 2 വർഷം മുമ്പ് ജോലി കിട്ടി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് BP കൂടിയിട്ട് പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടിയിട്ട് പിന്നെ ഗ്രാജുവലി അത് പിന്നീട് 1 വർഷത്തിന് കൂടുതലായി, 2 വർഷത്തോളം ഏകദേശം ആയിട്ട് കുറച്ച് ക്രിട്ടിക്കലാണ്. ഡയാലിസിസ് ഇപ്പോൾ ഒരാഴ്ചയിൽ 2 എണ്ണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോക്ടേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷനാണ് നമുക്കിപ്പോൾ പറ്റുന്നതിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ചിലവ് കൂടുതലാണ്. എത്രയാണ് രാഹുൽ അവര് പറയുന്ന ഒരു ചെലവ് എന്ന് പറയുന്നത്? ഒരു 45 ലക്ഷത്തോളമെങ്കിലും. എന്നുവെച്ചാൽ നമുക്ക് വീട്ടിൽ ഇപ്പം ഞാനും അമ്മയാണ്, ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ഡോണർ ഇല്ലാത്ത കാരണം കുറച്ച് ചിലവ് കൂടുതലുണ്ടാവും എന്നുള്ളത് കൊണ്ട് അങ്ങനെ കുറച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സും അതേപോലെ നാട്ടിലെ പൗരപ്രമുഖരും അതേപോലെ നമ്മുടെ ഫ്രണ്ട്സും അതേപോലെ ആൾക്കാരെല്ലാം ചേർന്നിട്ട് ഇപ്പോൾ ഫണ്ട് നോക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഹോപ്പിലാണ്, നമ്മൾ എന്ത് വന്നാലും മുന്നോട്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ, ഇതിൻ്റെ ഇടയ്ക്ക് പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിലാണോ? ജോലി ചെയ്യുന്നു. ഓക്കെ, ഏത് സ്കൂളിലാ? ഞാൻ വെണ്ണിക്കുളം സെൻറ്റ് ജോർജസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അത് കരിങ്ങാച്ചിറ പള്ളിയുടെ കീഴിൽ വരുന്നൊരു സ്കൂളാണ്. അവിടെയാണ് ഞാനിപ്പോൾ സ്ഥിരം അധ്യാപകനാണ്. ഒരു 2.5 വർഷമായി, 3 വർഷത്തോളമായി. ഓക്കെ, അധ്യാപകൻ എന്ന് പറയും. പക്ഷെ ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ ദ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ഷോയിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു രാഹുല്. അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാണ്. ശരത് സാർ, അന്ന് എങ്ങനെയായിരുന്നു സാറ് ജഡ്ജ്? അന്ന് ഇന്ന് അവന് ഒരു മാറ്റവും കാണാനും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് എത്ര വർഷം പഴയതായിരുന്നു? ഒരു 10-12 വർഷം. അന്ന് ഈ പറഞ്ഞ പോലെ ശരത് സാറിന്റെ കൂടെ അതേപോലെ തന്നെ ജയചന്ദ്രൻ സാറിന്റെ ഒക്കെ മുന്നിൽ പാടാൻ കഴിഞ്ഞതിൽ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ലിറ്ററേച്ചറായിരുന്നു പഠിച്ചത്. അതിനുശേഷമാണ് ഞാൻ പാട്ടിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞത്. അതിനുശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ മ്യൂസിക് കോളേജിൽ പോയിട്ട് പഠിച്ച് കുറച്ചുകൂടെ മ്യൂസിക്കിൽ കുറച്ചുകൂടെ നന്നാവണം എന്ന് വിചാരിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. മ്യൂസിക്കിൽ ഒരു പാട്ട് ചെയ്തിരുന്നു ഞാൻ. അതേപോലെ പാട്ട് കുറേ കമ്പോസിഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ല, നമ്മൾ രാഹുലെ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടില്ലേ പണ്ട്? അതെ, സാറിനെ ഇതേപോലെ കണ്ണിൻ്റെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി, സാറ് എന്നെ കൊണ്ടുപോയി. അപ്പോൾ അന്ന് ഈ പറഞ്ഞ നെർവസിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആണ് ഞാനൊരു മ്യൂസിഷ്യൻ എന്ന ഒരു നിലയിലേക്ക് തന്നെ. കാരണം എൻ്റെ വഴി മ്യൂസിക്കാണെന്ന്. കാരണം ഞാൻ +2 കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് അധ്യാപകരൊക്കെ പറഞ്ഞത് വേറെ എന്തെങ്കിലും എടുത്ത് നല്ലൊരു ജോലി. അപ്പോൾ ഞാൻ ഈ ലിറ്ററേച്ചറായിരുന്നു ആ സമയത്ത് എടുത്തത്, ഞാനിവിടെ പാടുന്ന സമയത്തൊക്കെ. അപ്പോൾ അന്ന് എനിക്ക് മ്യൂസിക് എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ മ്യൂസിക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പക്ഷേ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഷോ എന്നെ മ്യൂസിക്കിലേക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് എത്തിക്കുമായിരുന്നു സത്യം പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ വേറെ ഷോസിലൊക്കെ പങ്കെടുത്തു. എന്നാലും എൻ്റെ തുടക്കം എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറാണ്, ശരത് സാറാണ്, PJ ചന്ദ്ര സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞുള്ള രാഹുലിന്റെ പഠനങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നോ? പോവാൻ പറ്റുന്നുണ്ടായിരുന്നോ? അതായത് RLV കോളേജിൽ അതിന് ശേഷം ഞാൻ പഠിച്ചത്. രാഹുൽ, ഇപ്പൊ ഓൾറെഡി സൂപ്പർ സ്റ്റാർ അൾട്ടിമേറ്റില് ശരത് സാറ് ഒരുപാട് പാട്ട് കേട്ടു രാഹുലിന്റെ, ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ ഞങ്ങക്ക് വേണ്ടി എന്തെങ്കിലും ഒരു 4 വരി പാടാമോ? അതെ, ഇപ്പൊ ടീച്ചർ കൂടെ അല്ലേ? ടീച്ചർ കൂടിയാണ്. അതെ, ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങള് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போராடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போராடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மானே பொன்ன தேடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போராடுது. கண்ணுக்கொரு வண்ணக்கிளி, காதுக்கொரு கானக்குயில், நெஞ்சுக்கொரு வஞ்சிக்கொடி நீதானம்மா. கண்ணுக்கொரு வண்ணக்கிளி, காதுக்கொரு கானக்குயில், நெஞ்சுக்கொரு வஞ்சிக்கொடி நீதானம்மா. தத்தி தவழும் தங்கச்சிமிழே பொங்கி பெருகும் சங்கத்தமிழே, முத்தம் தர நித்தம் வரும் நட்சத்திரம், யாரோடு இங்கு எனக்கென்ன பேச்சு, நீதானே கண்ணே நான் வாங்கும் மூச்சு, வாழ்ந்தாக வேண்டும் வாவா கண்ணே. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போராடுது, பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மானே பொன்ன தேடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. மங்கை ஒரு கங்கை என, மன்னன் ஒரு கண்ணன் என, காதில் ஒரு காதல் கதை சொன்னால் என்ன. மங்கை ஒரு கங்கை என, மன்னன் ஒரு கண்ணன் என, காதில் ஒரு காதல் கதை சொன்னால் என்ன. அத்தை மகளோ மாமன் மகளோ, சொந்தம் எதுவோ பந்தம் எதுவோ, சந்தித்ததும் சிந்தித்ததும் தித்தித்திட, அம்மாடி நீதான் இல்லாத நானும், விண்மேகம் வந்து நீந்தாத வானம், தாங்காது ஏக்கம் போதும் போதும், ராசாத்தி ஒன்ன
போச்சு விளக்கேத்தியாச்சு பொன்மான ஒன்ன தேடுது ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது കാത്താടി പോലാടുത്. സൂപ്പർ രാഹുൽ. ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അതെ ഉഗ്രമായിട്ട് പാടി രാഹുലേ. താങ്ക് യു സർ, താങ്ക് യു. രാഹുലിന് എത്രയും പെട്ടെന്ന് എല്ലാം ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് എനിക്ക്. താങ്ക് യു. അതിനെല്ലാരും രാഹുലിനെ സഹായിക്കണം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്ത് തന്നിരിക്കും. രാഹുൽ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാണുന്ന പ്രേക്ഷകരോട് നമുക്കത് പറയാം. കാരണം അത്രയും സംഗീതത്തെ സ്നേഹിക്കുന്നുണ്ട് ആൾക്ക്. ഇനിയും ഒരുപാട് ഡ്രീംസ് അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പൊ രാഹുലിനെ സഹായിക്കാൻ പറ്റുന്നവരെ തീർച്ചയായിട്ടും സഹായിക്കണം. കാരണം ഒരാഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ചെയ്യുക, അതുപോലെ 45 lakhs അല്ലേ, അത്രയും രൂപ ആവശ്യമുണ്ട് രാഹുലിന്. എന്നാൽ മാത്രമാണ് ഇനി ഒരു സഹായം രാഹുലിലേക്ക് എങ്ങനെ എത്തിച്ചേരും? രാഹുലിനത് നമുക്ക് എങ്ങനെ ഇപ്പൊ ചെയ്യാൻ പറ്റും? കാണുന്നവരിപ്പം അതായിരിക്കും വിചാരിക്കുന്നത്. അല്ല, ഉറപ്പായിട്ടും നമ്മളിവിടെ താഴെ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പൊ നമ്മുടെ അമൃത ടിവിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും രാഹുലിനെ സഹായിക്കാൻ പറ്റുന്നവർ ഉറപ്പായിട്ടും ദയവ് ചെയ്ത് രാഹുലിനെ സഹായിക്കണം. തീർച്ചയായിട്ടും താങ്ക് യു. ഞങ്ങളെ കൊണ്ടും പറ്റുന്ന സഹായം ഞങ്ങൾ തരും. രാഹുൽ ഉറപ്പായിട്ട് തരും കേട്ടോ. താങ്ക് യു സർ. എന്താണ് രാഹുലിന്റെ ഡ്രീം? എന്താണ്? എനിക്ക് സത്യം പറഞ്ഞാൽ മ്യൂസിക്കിൽ ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്, സന്തോഷം എന്നുള്ളതാണ്. കാരണം കമ്പോസ് ചെയ്യണം, അതേപോലെ പാടണം, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വളർത്തണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതാണ് ഇനി അതിൻ്റെ കാലമാണത്. ഇനി വരാൻ പോണ കാലം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു രാഹുൽ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ശരത് സാർ, ഹരിശങ്കർ സാർ, അതേപോലെ മഞ്ജരി ചേച്ചി, എല്ലാവർക്കും താങ്ക് യു. അതേപോലെ എന്നെ ഇവിടേക്ക് വിളിച്ച പ്രൊഡ്യൂസറിനും അതേപോലെ അമൃത ടി വിക്കും പ്രത്യേകം നന്ദി. അമൃത ടി വി ആണ് എൻ്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ. അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും തരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ കോൺഫിഡൻസ്. താങ്ക് യു. എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹം എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ സഹായവും ആരും മറക്കരുത്.